Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചെറുതാഴം കോക്കാട് ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടം. മുച്ചിലോട്ട് ഭഗവതിയുടെ കോലധാരിയാവാൻ പുറച്ചേരി സ്വദേശി മനോഹരൻ നേണിക്കത്തിന് നിയോഗം. ക്ഷേത്രത്തിൽ നടന്ന വരച്ചുവെക്കൽ ചടങ്ങിലാണ് കോലധാരിയെ തെരഞ്ഞെടുത്തത്. 3 പെരുങ്കളിയാട്ടങ്ങളിൽ മുച്ചിലോട്ടമ്മയുടെ തിരുമുടി അണിയാനുള്ള നിയോഗമാണ് ഈ തെയ്യം കലാകാരന് ലഭിച്ചത്. വർഷങ്ങളുടെ കാത്തിരിപ്പിന് പരിഹാരമുണ്ടായതിന്റെ ആഹ്ലാദത്തിൽ ആയിറ്റിയിലെ കുടുംബങ്ങൾ. പട്ടയത്തിനായി കാത്തിരുന്ന തൃക്കരിപ്പൂർ ആയിറ്റിയിലെ 23 കുടുംബങ്ങൾക്ക് പട്ടയം അനുവദിക്കുന്നതിന് മുന്നോടിയായി ലാൻഡ് ട്രിബ്യൂണൽ കൈവശ ഭൂമി അളന്നു തിട്ടപ്പെടുത്തി. തൃക്കരിപ്പൂർ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഭൂമിയുടെ രേഖ വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടിരുന്നു. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ ചരമദിനം തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. പ്രിയദർശിനി മന്ദിരത്തിൽ നടന്ന അനുസ്മരണ യോഗം കാസർഗോഡ് DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. ചെറുതാഴം കോക്കാട് ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടം ഡിസംബർ 11 മുതൽ 14 വരെ. മുച്ചിലോട്ട് ഭഗവതിയുടെ കോലധാരിയാവാൻ പുറച്ചേരി സ്വദേശി മനോഹരൻ നേണിക്കത്തിന് നിയോഗം. ക്ഷേത്രത്തിൽ നടന്ന വരച്ചുവെക്കൽ ചടങ്ങിലാണ് കോലധാരിയെ തെരഞ്ഞെടുത്തത്. 15 സംവത്സരങ്ങൾക്ക് ശേഷമാണ് കോക്കാട് മുച്ചിലോട്ട് പെരുങ്കളിയാട്ടം നടക്കുന്നത്. കോലധാരിയെ പ്രശ്നചിന്തയിലൂടെ കണ്ടെത്തുന്നതിനുള്ള ഭക്തിനിർഭരമായ വരച്ചുവെക്കൽ ചടങ്ങ് ക്ഷേത്രത്തിൽ നടന്നു. ക്ഷേത്രമാചാരക്കാരും സ്ഥാനികരും ഭക്തജനങ്ങളും ഉൾപ്പെടെ 100 കണക്കിന് ആളുകളാണ് ക്ഷേത്രത്തിലെത്തിയത്. പപ്പൻ ചെറുതാഴം, കരിങ്കയം വിജയൻ, പെരളം മണികണ്ഠൻ, പ്രശാന്ത് കുമാർ വെങ്ങര എന്നിവരടങ്ങുന്ന ജ്യോതിഷന്മാരാണ് വരച്ചുവെക്കൽ ചടങ്ങിന് നേതൃത്വം നൽകിയത്. പുറച്ചേരി സ്വദേശി മനോഹരൻ നേണിക്കത്തിനാണ് മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി അണിയാൻ ഇത്തവണ നിയോഗം ലഭിച്ചത്. നേരത്തെ കോറോ മുച്ചിലോട്ട് ഉൾപ്പെടെ പെരുങ്കളിയാട്ടത്തിന് മുച്ചിലോട്ടമ്മയുടെ തിരുമുടിയണിയാൻ ഇദ്ദേഹത്തിന് നിയോഗമുണ്ടായിട്ടുണ്ട്. 2024 ഡിസംബർ 11 മുതൽ 14 വരെയാണ് കോക്കാട് മുച്ചിലോട്ട് പെരുങ്കളിയാട്ടം നടക്കുന്നത്. എന്നാൽ ഇന്നു മുതൽ തന്നെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകുമെന്ന് സംഘാടകർ പറഞ്ഞു. കോലധാരിയെ തിരഞ്ഞെടുത്തു. അമ്മയ്ക്ക് വളരെ അനുയോജ്യമായ ഒരു വ്യക്തിയാണ് കോലധാരിയായി തിരഞ്ഞെടുത്തത്. ഇന്ന് ഏകദേശം 10,000-ഓളം ഭക്തജനങ്ങൾ പങ്കെടുത്തു. അവർക്കൊക്കെ അന്നദാനം നൽകി വരുന്നുണ്ട്. ഇനി അങ്ങോട്ട് പെരുങ്കളിയാട്ടത്തിൻ്റെ ദിവസങ്ങളാണ്. വിവിധ കലാപരിപാടികൾ ഓരോ ദിവസം നടക്കുന്നുണ്ട്. ഡിസംബർ 11-ാം തീയതി സാംസ്കാരിക സമ്മേളനം ശ്രീ VD സതീശൻ പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യും. 15 വർഷങ്ങൾക്ക് ശേഷം ഒരു പെരുങ്കളിയാട്ടം കൂടി വിരുന്നെത്തുമ്പോൾ ഏറെ ആഹ്ലാദത്തിലാണ് കോക്കാട് നിവാസികൾ. ഇന്ന് നടന്ന വരച്ചുവെക്കൽ ചടങ്ങിൽ മനോഹരൻ നേണിക്കമാണ് ഭഗവതിയുടെ തിരുമുടി അണിയാനുള്ള നിയോഗം ലഭിച്ചിരിക്കുന്നത്. ഇനി പെരുങ്കളിയാട്ടം വരെ നമുക്ക് കാത്തിരിക്കാം. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്. ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷത്തിലാണ് മുച്ചിലോട്ട് ഭഗവതിയുടെ കോലധാരി മനോഹരൻ നേണിക്കം. 3 പെരുങ്കളിയാട്ടങ്ങളിൽ മുച്ചിലോട്ടമ്മയുടെ തിരുമുടി അണിയാനുള്ള നിയോഗമാണ് ഈ തെയ്യം കലാകാരന് ലഭിച്ചത്. 3-ാം തവണയും പെരുങ്കളിയാട്ടത്തിൽ മുച്ചിലോട്ടമ്മയുടെ തിരുമുടി അണിയാൻ മനോഹരൻ നേണിക്കത്തിന് നിയോഗം. കഴിഞ്ഞ 2 തവണയും കോറോ മുച്ചിലോട്ടുകാവിൽ തിരുമുടി വെക്കാൻ ഭാഗ്യം ലഭിച്ചത് ഇദ്ദേഹത്തിന് തന്നെയായിരുന്നു. അറത്തിൽ കുഞ്ഞാരപ്പെരുവണ്ണൻ്റെ കൊച്ചുമകനായ മനോഹരൻ നേണിക്കം രാമൻ എരമംഗലത്തിൻ്റെയും
കാങ്കോൽ വീട്ടിൽ കാർത്യായനിയുടെയും 6ാമത്തെ മകനാണ്. ഇപ്പോൾ പുറച്ചേരിയിലാണ് താമസം. താമസിക്കുന്നത് പുറച്ചേരിയാണ്. ആടിപാടം കെട്ടിയ രംഗത്തിരിക്കുകയാണ്. പിന്നെ ഏട്ടന്മാർ ചെയ്തത് ഏട്ടൻ്റെ ചോട് വെച്ച് ചെയ്തതാണ്. അത് കെട്ടുന്നത് ചാമക്കാവ് തിരുമുടി, വേട്ടക്കലവശം കൊട്ടശ്ശേരി, കണ്ടോത്ത്, പരവന്തട്ട, കുമ്മണിച്ചക്കാവ്, അങ്ങനെ ഒക്കെ. ആലക്കോട് കുങ്ങണിച്ചാൽ കാവിൽ നിന്നും നേണിക്കമായി ആചാരപ്പെട്ട ഈ 54കാരൻ ഇതിനോടകം ഒട്ടനേകം തെയ്യക്കാവുകളിൽ തെയ്യക്കോലം അണിഞ്ഞു. ഇനി നേണിക്കത്തിന് കോക്കാട് മുച്ചിലോട്ട് തയ്യാറാക്കിയ കുച്ചിലിൽ വ്രതശുദ്ധിയുടെ നാളുകൾ. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. 3 പതിറ്റാണ്ടോളം പട്ടയത്തിനായി കാത്തിരുന്ന തൃക്കരിപ്പൂർ ആയിറ്റിയിലെ 23 കുടുംബങ്ങൾക്ക് പട്ടയം അനുവദിക്കുന്നതിന് മുന്നോടിയായി ലാൻഡ് ട്രിബ്യൂണൽ കൈവശ ഭൂമി അളന്നു തിട്ടപ്പെടുത്തി. തൃക്കരിപ്പൂർ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഭൂമിയുടെ രേഖ വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടിരുന്നു. വടക്കേ തൃക്കരിപ്പൂർ വില്ലേജ് ഓഫീസർ TV സന്തോഷിന്റെ നേതൃത്വത്തിൽ 2 ദിവസങ്ങളിലായാണ് ഭൂമി അളന്നു തിട്ടപ്പെടുത്തൽ നടപടി പൂർത്തിയാക്കിയത്. പട്ടയത്തിനായി പ്രദേശത്തെ കുടുംബങ്ങളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ നിരവധി സമരങ്ങൾ നടത്തിയിരുന്നു. ഒടുവിൽ ജില്ലാ കലക്ടർക്ക് നൽകിയ നിവേദനത്തിന്റെ തുടർച്ചയായാണ് കൈവശ ഭൂമി അളന്നു തിട്ടപ്പെടുത്തിയത്. നടപടി വേഗത്തിൽ പൂർത്തീകരിക്കാൻ വടക്കേ തൃക്കരിപ്പൂർ വില്ലേജ് ഓഫീസറെ കലക്ടർ ചുമതലപ്പെടുത്തുകയായിരുന്നു. വർഷങ്ങളുടെ കാത്തിരിപ്പിന് പരിഹാരമുണ്ടായതിന്റെ ആഹ്ലാദത്തിലാണ് ആയിറ്റിയിലെ കുടുംബങ്ങൾ. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഭക്തിയുടെ നിറവിൽ രാമപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രഥോത്സവം നടന്നു. വ്രതമനുഷ്ഠിച്ച സ്ത്രീ പുരുഷന്മാർ രഥം വലി ചടങ്ങിൽ പങ്കെടുത്തു. നിരവധി ഭക്തജനങ്ങളാണ് രഥം വലി കാണാൻ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. രാമപുരം മഹാവിഷ്ണു ക്ഷേത്ര കൊടിയേറ്റ് രഥോത്സവത്തോടനുബന്ധിച്ച് വ്യാഴാഴ്ച വൈകിട്ട് നടന്ന രഥം വലിയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. തച്ചുശാസ്ത്ര വിധി പ്രകാരം തേക്കിൻ തടിയിൽ തീർത്ത രഥത്തിന് 12 അടി ഉയരവും 2 ടണ്ണോളം ഭാരവുമുണ്ട്. അഷ്ടകോണാകൃതിയിലുള്ള രഥം 4 ചക്രങ്ങളുള്ള പ്ലാറ്റ്ഫോമിൽ ഘടിപ്പിച്ചിട്ടുള്ളതാണ്. ഇതിൽ ദശാവതാരങ്ങളും ഗണപതി, വിഷ്ണു, ശിവൻ, പാർവതി, ലക്ഷ്മി എന്നീ രൂപങ്ങളും കൊത്തിയിട്ടുണ്ട്. 3 ദിവസത്തെ വ്രതശുദ്ധിയോടെ സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും രഥം വലിയിൽ പങ്കെടുക്കാവുന്നതാണ്. രഥം വലിയിൽ നാടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഗോവിന്ദ ഗോവിന്ദ എന്ന മന്ത്രവും ഉരുവിട്ടുകൊണ്ട് പങ്കാളികളായി. ഇതോടൊപ്പം കനകവർഷവും ഉണ്ടായി. പാലക്കാട് കൽപ്പാത്തി രഥോത്സവത്തിനു പുറമെ മലബാറിൽ രഥോത്സവം നടക്കുന്ന ഏക ക്ഷേത്രമാണ് രാമപുരം മഹാവിഷ്ണു ക്ഷേത്രം. വെള്ളിയാഴ്ച വൈകിട്ട് കേളി, പല്ലക്കെഴുന്നള്ളിപ്പ്, പള്ളിവേട്ട എന്നിവ ഉണ്ടാകും. ശനിയാഴ്ച രാവിലെ 9-ന് ആറാട്ടുബലിയും ആറാട്ടിനെഴുന്നള്ളിപ്പും ഉണ്ടാകും. കൊടിയിറക്കത്തിന് ശേഷം നടക്കുന്ന ആറാട്ട് സദ്യയോടെ ഉത്സവം സമാപിക്കും. നികേഷ് താവം, ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ ചരമദിനം തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. പ്രിയദർശിനി മന്ദിരത്തിൽ നടന്ന അനുസ്മരണ യോഗം കാസർഗോഡ് DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രിയദർശിനി മന്ദിരത്തിൽ തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ ഡോക്ടർ അംബേദ്കർ അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും നടന്നു. കാസർഗോഡ് DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV വിജയൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി KP പ്രകാശൻ, UDF നിയോജക മണ്ഡലം ചെയർമാൻ P കുഞ്ഞിക്കണ്ണൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് M രജീഷ് ബാബു, DCC നിർവാഹക സമിതി അംഗം PV കണ്ണൻ മാസ്റ്റർ, ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ C രവി, KV ജതീന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C ചന്ദ്രമതി, KP ദിനേശൻ, E രാജേന്ദ്രൻ, PV പത്മജ, K അശോകൻ, മുട്ടത്ത് രാജു, മുഹമ്മദ് അലി ആലപ്പി എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ജനകീയ കൂട്ടായ്മയും ഇച്ഛാശക്തിയും ഒരുമിച്ചപ്പോൾ 2 ദേശങ്ങളെ ഒരുമിപ്പിക്കുന്ന റോഡൊരുങ്ങി. കോട്ടൂർ വയലിന് കുറുകെയുള്ള മണക്കാട് പലിയേരിക്കോവൽ കോൺക്രീറ്റ് റോഡ് ഇനി കർഷകർക്കും കൈത്താങ്ങാകും. ഇനി മണക്കാട്ടുകാർക്ക് പലിയേരിക്കോവിലെത്താൻ ഓണക്കുന്ന് ചുറ്റേണ്ട. ഒപ്പം പലിയേരിക്കോവിലുകാർക്ക് കരിവള്ളൂരെത്താനും ഓണക്കുന്ന് ചുറ്റേണ്ട. കോൺക്രീറ്റ് റോഡ് ഗതാഗത യോഗ്യമാകുന്നതോടെ കൃഷി ചെയ്യാൻ കർഷകർക്കും ഏറെ പ്രയോജനപ്രദമാകും. 600 മീറ്ററാണ് റോഡിന്റെ നീളം. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 17 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിന്റെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 14 ലക്ഷം രൂപയും അനുവദിച്ചാണ് റോഡ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്പം നാടിന്റെ അധ്വാനം വേറെയും.
തോടിന്റെ 14 അടി വീതിയുള്ള കോൺക്രീറ്റ് പാലം നിർമ്മിച്ചത് എൻ നാരായണനും എ വി പ്രഭാകരൻ മാസ്റ്ററും പി വി പത്മനാഭനും അടങ്ങുന്ന ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു. ഇതിന് ഈ നടപ്പാതൊക്കെ വലിയൊരു ചരിത്രമുണ്ട്. ഇപ്പോൾ 2012, 2013 വർഷങ്ങളിൽ കരുവള്ളൂർ പിറളം ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച 2 വർഷങ്ങളിലായി അനുവദിച്ച 4,33,000 രൂപ കൊണ്ടാണ് അന്ന് തന്നെ ഏകദേശം 15 ലക്ഷത്തിലധികം രൂപ വരുന്ന ആസ്തി ഞങ്ങളുടെ നാട്ടുകാർ വളരെ ജനകീയാസൂത്രണത്തിൻ്റെ ആശയത്തിലൂടെ ഇതുണ്ടാക്കിയത്. പിന്നീട് ശ്രീകൃഷ്ണൻ MLA ആണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അന്ന് യഥാർത്ഥത്തിൽ 2 വർഷങ്ങളിലായി 40 വീതം ആളുകൾ 80 ദിവസങ്ങളിൽ ഞങ്ങളിവിടെ പണി ചെയ്തിട്ടുണ്ട്. ഇവിടെ നേരിട്ട് 40 വീതം ആളുകൾ 80 ദിവസങ്ങളിലായി 1 രൂപ പോലും കൂലി വാങ്ങാതെയാണ് പ്രവർത്തിച്ചത്. ഇനി ഈ റോഡിലൂടെയുള്ള നാട്ടുകാരുടെ യാത്ര സുഖകരമാകും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കഴിഞ്ഞ ദിവസം അന്തരിച്ച സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനും വിമർശകനുമായ പ്രൊഫസർ MR ചന്ദ്രശേഖരന് അനുശോചനമർപ്പിച്ച് പയ്യന്നൂരിൽ മൗനജാഥ സംഘടിപ്പിച്ചു. തുടർന്ന് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ അനുശോചന യോഗവും ചേർന്നു. കേരളത്തിലെ തലയെടുപ്പുള്ള സാഹിത്യകാരന്മാരിൽ ഒരാൾ തന്നെയാണ്, പ്രമുഖ സ്ഥാനത്തുള്ള ആൾ തന്നെയാണ് MR മാഷ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ നിലയിലൊക്കെ നോക്കുന്ന സമയത്ത് ഈ ഏറ്റവും പിന്നോക്കം കിടക്കുന്ന പയ്യന്നൂരിനെ പോലെയുള്ളൊരു പ്രദേശത്ത് അല്ല അദ്ദേഹം അധ്യാപകനായി വന്നിരുന്നുവെങ്കിൽ, വേറെ ഒരു പ്രമുഖ കോളേജിലായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇതിനേക്കാളൊക്കെ അറിയപ്പെടാനും പ്രശോഭിക്കാനും ഒക്കെ ഇടയാകുമായിരുന്നു എന്ന് പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട്. പയ്യന്നൂർ ടൗൺ ബാങ്ക് പരിസരത്തു നിന്നും ആരംഭിച്ച മൗനജാഥ ഗാന്ധി പാർക്കിൽ സമാപിച്ചു. അനുശോചന യോഗത്തിൽ അഡ്വക്കേറ്റ് KV ശശിധരൻ നമ്പ്യാർ, പ്രൊഫസർ സുകുമാരൻ, MK രാജൻ, KK ശ്രീധരൻ, TP സുരേഷ് കുമാർ, പ്രൊഫസർ ദേവസ്യ, ഡോക്ടർ V ജയരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സൈക്കിൾ യാത്രയ്ക്കിടെ കാറിടിച്ച് കാലെല്ലും തോളെല്ലും തകർന്ന് ഗുരുതര പരിക്കേറ്റ പെയിന്റിംഗ് തൊഴിലാളി 3 ആഴ്ചയിലധികമായി കിടക്കയിൽ ചികിത്സയിലാണ്. തൃക്കരിപ്പൂർ ഇളമ്പച്ചി തലിച്ചാലത്തെ 39-കാരനായ കുന്നിയൂർ വിനീതാണ് തന്നെ ഇടിച്ചു തെറിപ്പിച്ച കാർ തിരിച്ചറിയാനോ തുടർ ചികിത്സ നടത്താനോ കഴിയാതെ വലയുന്നത്. നവംബർ 11 രാത്രി 9ഓടെ ഇളമ്പച്ചിയിലെ ബന്ധുവീട്ടിൽ പോയി സൈക്കിളിൽ തിരിച്ചു വരുമ്പോഴാണ് പയ്യന്നൂർ തൃക്കരിപ്പൂർ പ്രധാന പാതയിൽ വച്ച് അപകടം സംഭവിക്കുന്നത്. സൈക്കിളിൽ സഞ്ചരിച്ച വിനീതിനെ കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ആദ്യം പയ്യന്നൂർ സഹകരണ ആശുപത്രിയിലും പിന്നീട് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലും ദിവസങ്ങളോളം ചികിത്സയിലായി. അപകടത്തിൽ വിനീതിന്റെ വലതു കാൽമുട്ടിനു താഴെ 2 ഇടങ്ങളിലും തോളെല്ലും പൊട്ടിയിട്ടുണ്ട്. 3.5 ലക്ഷത്തിൽ പരം രൂപ ഇതിനകം ചികിത്സയ്ക്കായി ചെലവായി കഴിഞ്ഞു. തലിച്ചാലത്തെ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വിനീതിന് മറ്റൊരാളുടെ സഹായമില്ലാതെ മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയിലാണിപ്പോൾ. ചികിത്സ നടത്തുന്നതിന് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ കൊക്കാനിശ്ശേരി JCCന്റെ 2025 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഡിസംബർ 7 വൈകിട്ട് 7 മണി മുതൽ പയ്യന്നൂർ പെരുമ്പ കാപ്പാട്ടുള്ള റോട്ടറി മിഡ് ടൗൺ മെഡോസിൽ വെച്ച് നടക്കും. 2025 പ്രസിഡന്റായി ഷിജു മോഹനും സെക്രട്ടറിയായി സനോജ് MVയും ട്രഷററായി ലീന മോഹനും സ്ഥാനമേറ്റെടുക്കും. പയ്യന്നൂർ കൊക്കാനിശ്ശേരി JCCന്റെ 2025 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഡിസംബർ 7 വൈകിട്ട് 7 മണി മുതൽ പയ്യന്നൂർ പെരുമ്പ കാപ്പാട്ടുള്ള റോട്ടറി മിഡ് ടൗൺ മെഡോസിൽ നടക്കും. 2025 പ്രസിഡന്റായി ഷിജു മോഹനും സെക്രട്ടറിയായി സനോജ് MVയും ട്രഷററായി ലീന മോഹനും സ്ഥാനമേറ്റെടുക്കും. JC സോൺ 19ന്റെ മുൻ മേഖലാ പ്രസിഡന്റ് ദിലീപ് T ജോസഫ് മുഖ്യാതിഥിയായും 2025 മേഖലാ പ്രസിഡന്റ് ജസിൽ ജയൻ വിശിഷ്ടാതിഥിയായും പങ്കെടുക്കും. ചടങ്ങിൽ വെച്ച് അഡ്വക്കേറ്റ് പ്രമോദ് ഉദിനൂക്കാരൻ, ഭാർഗവൻ KV എന്നിവരെ ആദരിക്കും. ഷിജു മോഹൻ, അനീസ് തയ്യിൽ, അനിൽ കുട്ടമത്ത്, മുകേഷ് അത്തായി, സനോജ് MV, വിഷ്ണുപ്രസാദ് TP തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 7ാം തരം വിദ്യാർത്ഥിനി അനുഗ്രഹ ജയേഷിന്റെ പ്രഥമ കവിതാ സമാഹാരം കിളിമൊഴികൾ പ്രകാശനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ പ്രകാശന കർമ്മം നിർവഹിച്ചു. മാത്തിൽ MVM കുഞ്ഞുവിഷ്ണു നമ്പീശൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 7ാം തരം വിദ്യാർത്ഥിനി അനുഗ്രഹ ജയേഷിന്റെ പ്രഥമ കവിതാ സമാഹാരം കിളിമൊഴികൾ പ്രകാശനം ചെയ്തു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്ന പരിപാടിയിൽ വച്ച് കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. അവിടെ മറ്റൊരു അധ്യായം കൂടി നമ്മൾ ഇന്ന് തുറക്കുകയാണ്. ഒരുപക്ഷെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു കവയിത്രിയായിട്ട് മാറുകയും. വാർഡ് അംഗം കെ പങ്കജാക്ഷൻ അധ്യക്ഷനായ ചടങ്ങിൽ ഡോക്ടർ NP വിജയൻ പുസ്തകം പരിചയപ്പെടുത്തി. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് KP രമേശൻ, PTA പ്രസിഡന്റ് K അബ്ദുൾ ഗഫൂർ, SMC ചെയർമാൻ K ഗോവിന്ദൻ, പ്രീത വി, KM ലീനാകുമാരി, P സവിത തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. തിരികെ വാർത്തകളിലേക്ക്. പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായി കഴിഞ്ഞ് ഉൾനാടൻ പ്രദേശങ്ങളിലെ പോക്കറ്റ് റോഡുകൾ. ഇരുചക്രവാഹന യാത്രക്കാരെയും കാൽനട യാത്രക്കാരെയുമാണ് ഇത് ഏറെ ബാധിക്കുന്നത്. ഏറെക്കുറെ എല്ലാ പോക്കറ്റ് റോഡുകളുടെയും അവസ്ഥ വളരെ പരിതാപകരമാണ്. പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായി കഴിഞ്ഞിട്ടുണ്ടവ. ജൽജീവൻ പദ്ധതിക്ക് പൈപ്പിടാനെടുത്ത ഭാഗം ഇനിയും ശരിയാക്കിയിട്ടില്ലാത്തതും മറ്റൊരു ഗതാഗത പ്രശ്നമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇരുചക്രവാഹന യാത്രക്കാരെയും കാൽനട യാത്രക്കാരെയുമാണ് ഇത് ഏറെ ബാധിക്കുക. കുഴിയിൽ വീഴാതെ വാഹനങ്ങൾ വെട്ടിച്ചെടുക്കുമ്പോൾ വലിയ അപകടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതിനാൽ തന്നെ അധികൃതർ ഇടപെട്ട് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കി മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഞാറ്റുപാട്ട് പാടി ഗൃഹാതുരത്വമുണർത്തി പയ്യാടക്കത്ത് ശാന്തമ്മ. പാലക്കുന്ന് പാഠശാല സംഘടിപ്പിച്ച വയലോർമ പുസ്തക ചർച്ചയാണ് പുതിയ തലത്തിലേക്ക് സദസ്യരെ കൊണ്ടുപോയത്. പയ്യാടക്കത്ത് ശാന്തമ്മയുടെ ഞാറ്റുപാട്ടുകൾക്ക് ഓർമ്മകളുടെ സുഗന്ധമുണ്ട്. സദസ്സാകെ താളമടിച്ചു കൂടെ പാടിയത് നവ്യാനുഭവമായി മാറി. പാലക്കുന്ന് പാഠശാല ഗ്രന്ഥാലയം വടക്കുംപാട് പപ്പൻ ഷൈമ ദമ്പതികളുടെ വീട്ടുമുറ്റത്തൊരുക്കിയ വയലോർമ കവിതാ സമാഹാര ചർച്ചയാണ് ഓർമ്മയാകുന്ന നെൽവയലുകളുടെയും നാട്ടിപ്പാട്ടുകളുടെയും ഗൃഹാതുരതമുണർത്തിയ അനുഭവങ്ങൾ സമ്മാനിച്ചത്. മുണ്ടശ്ശേരി സാഹിത്യ പുരസ്കാര ജേതാവ് സുരേന്ദ്രൻ കാടാങ്കോടിന്റെ വയലോർമ കവിതകൾ ബിനേഷ് മുഴക്കോം പരിചയപ്പെടുത്തി. ശശിധരൻ ആലപ്പടമ്പൻ അധ്യക്ഷനായ ചടങ്ങിൽ സുരേന്ദ്രൻ കാങ്കോട് വായനക്കാരുമായി എഴുത്തനുഭവം പങ്കുവച്ചു. കൊടക്കാട് നാരായണൻ, ഷൈനി PT, KC മാധവൻ, TK ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കടന്നപ്പള്ളി തുമ്പോട്ട സ്പോർട്സ് ക്ലബ്ബ് 25ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന PKD നമ്പ്യാർ സ്മാരക പ്രൊഫഷണൽ നാടകോത്സവത്തിന് തുടക്കമായി. M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. കടന്നപ്പള്ളി തുമ്പോട്ട സ്പോർട്സ് ക്ലബ്ബ് 25ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന PKD നമ്പ്യാർ സ്മാരക പ്രൊഫഷണൽ നാടകോത്സവത്തിന് തുടക്കമായി. ഡിസംബർ 5 മുതൽ 8 വരെ തീയതികളിൽ തുമ്പോട്ട EMS സ്റ്റേഡിയത്തിൽ നടക്കുന്ന നാടകോത്സവം M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. KP ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. PP ദാമോദരൻ, KP ജനാർദ്ദനൻ, NP കുഞ്ഞിക്കണ്ണൻ, മുസ്തഫ കടന്നപ്പള്ളി, KC അനിൽകുമാർ, C ഹരീന്ദ്രൻ, K ദീപക് എന്നിവർ സംസാരിച്ചു. തുടർന്ന് അപ്പ നാടകം അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായി വളരുന്ന അപൂർവ ഇനം ഔഷധ ചെടിയാണ് മേന്തോന്നി. ഗ്ലോറി ലില്ലി എന്നും ഈ ചെടി അറിയപ്പെടുന്നു. പൂവണിഞ്ഞു നിൽക്കുന്ന മേന്തോന്നി കാണാൻ അതിമനോഹരമാണ്. ഗ്ലോറി ലില്ലി എന്നും അറിയപ്പെടുന്ന മേന്തോന്നി ചെറിയ കാടുകളിലാണ് വളരുന്നത്. ഈർപ്പമുള്ള മണ്ണാണ് മേന്തോന്നിക്ക് വളർച്ചയ്ക്ക് അനുയോജ്യം. ലില്ലിയേസി കുടുംബത്തിൽപ്പെട്ട ഈ ചെടിയുടെ ശാസ്ത്രനാമം ഗ്ലോറിയോസ സൂപ്പർബ എന്നാണ്. സപ്തവിഷങ്ങളിൽപ്പെട്ട ഒരു ഔഷധ സസ്യമാണ് മേന്തോന്നി. പൂവണിഞ്ഞു നിൽക്കുന്ന മേന്തോന്നി കാണാൻ അതിമനോഹരമാണ്. പൂമൊട്ടിന് പച്ചകലർന്ന മഞ്ഞ നിറമാണ്. ഇവ വിടരുമ്പോൾ സ്വർണ്ണ നിറത്തിലും പിന്നീട് രക്തനിറത്തിലും കാണപ്പെടുന്നു. പണ്ടൊക്കെ നാട്ടുമ്പുറങ്ങളിൽ സുലഭമായി കാണാറുള്ളതാണ്, ഇപ്പോൾ വളരെ കുറവാണ്.
ഇത് എത്രമാത്രം ഔഷധ ഗുണമുണ്ടോ അത്ര തന്നെ പോയിസണസ് ആണ് ഈ ഒരു പ്ലാന്റ്. ഈ ഒരു പ്ലാന്റിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പോയിസൺ ഉണ്ട്. പ്രത്യേകിച്ച് ഇല, തണ്ട്, വേര്, കിഴങ്ങ് എല്ലാ ഭാഗത്തും പോയിസൺ ഉണ്ട്. അതുപോലെ തന്നെ മെഡിസിനുമാണ് ഈ ഒരു പ്ലാന്റ്. ഇതിന് പ്രധാനമായിട്ടും മെഡിസിനായിട്ട് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ കിഴങ്ങാണ്. ഹൃദയ രോഗങ്ങൾക്കും അതുപോലെ തന്നെ ഗർഭാശയ രോഗങ്ങളിലൊക്കെ ഈ ഒരു പ്ലാന്റ് മെഡിസിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് വിഷവൈദ്യത്തിലാണ്. പ്രത്യേകിച്ച് പാമ്പും വിഷം, തേൾ വിഷം, മറ്റ് ജീവികൾ എന്തെങ്കിലും കടിച്ചാലുള്ള വിഷം, അതിലൊക്കെയാണ് കൂടുതലായിട്ട് മേന്തോന്തി ഉപയോഗിക്കുന്നത്. ജ്യോതിമത്യാദി തൈലം, മഹാഭൂതരാവാഘൃതം എന്നീ ഔഷധങ്ങളിലെ ഒരു ചേരുവയാണ് മേന്തോന്നിക്കിഴങ്ങ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വ്യാപാരി വ്യവസായി സമിതി കുന്നൂർ രാമന്തളി യൂണിറ്റ് കൺവെൻഷൻ കാരന്താട് മലയാളം വായനശാല ഹാളിൽ വെച്ച് നടന്നു. വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി PM സുഗുണൻ ഉദ്ഘാടനം നിർവഹിച്ചു. അത് തീരദേശമായാലും നാഷണൽ ഹൈവേ ആയാലും മറ്റ് പ്രാദേശിക റോഡുകളായാലും എയർപോർട്ട് റോഡുകളായാലും വ്യാപാരി വ്യവസായി സമിതി ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികളുടെ കാര്യത്തിൽ അതിൻ്റെ സംസ്ഥാന കമ്മിറ്റി എടുത്തൊരു നിലപാട്. അത് രണ്ട് തരത്തിലാണ് നമ്മളിങ്ങനെയുള്ള വിഷയങ്ങളെ കാണുന്നത്. ഒന്ന്, പരമാവധി വ്യാപാരികളെ നിലനിർത്തിക്കൊണ്ട് ഈ കാര്യങ്ങളിൽ എത്രത്തോളം മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. നിർദ്ദിഷ്ട തീരദേശ ഹൈവേ നിർമ്മാണത്തിന്റെ പേരിൽ ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് അർഹമായ നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പുവരുത്തുക, നിശ്ചയിച്ച അലൈൻമെന്റിൽ വ്യാപാര സ്ഥാപനങ്ങളെ പരമാവധി ഒഴിവാക്കുക, ഭൂമിയും കടകളും നഷ്ടപ്പെടുന്ന വ്യാപാരികൾക്ക് കെട്ടിട നിർമ്മാണ ചട്ടത്തിൽ ഇളവ് അനുവദിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. കുപ്പത്തി കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായി ജില്ലാ പ്രസിഡന്റ് P വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി. KV പങ്കജാക്ഷൻ, ഹമീദ് ഹാജി, KV ഉണ്ണികൃഷ്ണൻ, KC രവീന്ദ്രൻ, PV ഗോപി, KV മുരളീധരൻ, C നെൽനാക്ഷൻ, M രാജീവൻ, KP ദിനേശൻ, KP സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചീമേനി ശ്രീ കരിയാപ്പിൽ ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം ഡിസംബർ 7 മുതൽ 10 വരെ നടക്കും. വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടും. കാണാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെറുതാഴം കോക്കാട് ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടം. മുച്ചിലോട്ട് ഭഗവതിയുടെ കോലധാരിയാവാൻ പുറച്ചേരി സ്വദേശി മനോഹരൻ നേണിക്കത്തിന് നിയോഗം. ക്ഷേത്രത്തിൽ നടന്ന വരച്ചുവെക്കൽ ചടങ്ങിലാണ് കോലധാരിയെ തെരഞ്ഞെടുത്തത്. 3 പെരുങ്കളിയാട്ടങ്ങളിൽ മുച്ചിലോട്ടമ്മയുടെ തിരുമുടി അണിയാനുള്ള നിയോഗമാണ് ഈ തെയ്യം കലാകാരന് ലഭിച്ചത്. പുതിയ കാലത്ത് കുട്ടികൾക്ക് മുന്നിൽ അന്വേഷണാത്മക പഠനത്തിന് അനന്ത സാധ്യതകളാണുള്ളതെന്നും അത്തരം സാധ്യതകൾ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കണമെന്നും TI മധുസൂദനൻ MLA അഭിപ്രായപ്പെട്ടു. പയ്യന്നൂർ ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രതിഭകൾക്കുള്ള അനുമോദന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. വർഷങ്ങളുടെ കാത്തിരിപ്പിന് പരിഹാരമുണ്ടായതിന്റെ ആഹ്ലാദത്തിൽ ആയിറ്റിയിലെ കുടുംബങ്ങൾ. പട്ടയത്തിനായി കാത്തിരുന്ന തൃക്കരിപ്പൂർ ആയിറ്റിയിലെ 23 കുടുംബങ്ങൾക്ക് പട്ടയം അനുവദിക്കുന്നതിന് മുന്നോടിയായി ലാൻഡ് ട്രിബ്യൂണൽ കൈവശ ഭൂമി അളന്നു തിട്ടപ്പെടുത്തി. തൃക്കരിപ്പൂർ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഭൂമിയുടെ രേഖ വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടിരുന്നു. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ ചരമദിനം തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. പ്രിയദർശിനി മന്ദിരത്തിൽ നടന്ന അനുസ്മരണ യോഗം കാസർഗോഡ് DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.